നമസ്കാരം. കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ മേദല എന്ന ഗ്രാമത്തിലാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ പ്രശസ്തമായ ജൈനമത ക്ഷേത്രമായിരുന്നു കല്ലിൽ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. 28 ഏക്കർ വിസ്തീർണമുള്ള ഒരു കാട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ പാറയുടെ മുകളിൽ പണിത ഈ ക്ഷേത്രത്തിലെത്തുവാൻ 120 പടികൾ കയറണം. പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് പിഷോരടി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം. ഇന്ന് പിഷാരത്ത് ദേവസ്വത്തിന്റെ കീഴിലാണ്. ഈ ക്ഷേത്രം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രത്തിന്റെ കവാടം കടക്കുന്നിടം മുതൽ പാറകൾ നിറഞ്ഞ വഴിയും ചെറിയ കാടുകളും കാണാം. മുകളിലേക്ക് ചെല്ലും തോറും പാറക്കല്ലുകൾ കൂടുതൽ കാണപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്കുള്ള പടിക്കെട്ടുകൾ അത്രയും കരിങ്കല്ലിൽ തീർത്തതാണ്. പടികൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ആനപ്പന്തലിന്റെ തൂണുകൾ കരിങ്കല്ലിൽ തീർത്തവയാണ്. പ്രദക്ഷിണ വഴിയിലും ശ്രീകോവിലിന് മുന്നിലും നിലത്താകെയും കല്ലിന്റെ പാളികളാണ് പാകിയിരിക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിലാകട്ടെ മേൽക്കൂരയടക്കം മുഴുവനായും കരിങ്കല്ലിൽ തീർത്തതാണ്. ഭഗവതി ഇരുന്നരുളുന്ന ശ്രീകോവിൽ ഒരു പടുകൂറ്റൻ കല്ലിൽ ഉണ്ടായിരുന്നതോ നിർമ്മിക്കപ്പെട്ടതോ ആയ ഒരു ഗുഹയ്ക്കുള്ളിലും ആണ്. ഗുഹാക്ഷേത്രമായതിനാൽ തന്നെ പതിവ് ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിന് പിന്നിൽ ചെന്ന് ദർശനം നടത്താൻ സാധിക്കുകയില്ല. ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തർ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിനെയും കൂട്ടിയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. പ്രദക്ഷിണ വഴികളിലും കല്ലിൽ തീർത്ത പടവുകളും ചെറുഗുഹകളും കല്ലുകളെ പിണഞ്ഞ് കാലങ്ങളായി ദേവിക്ക് പാദസേവ ചെയ്തു പോരുന്ന വേരുകളും നിറയെ കാണാം. ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ കല്ലിൽ അരുളുന്ന ദേവിയെയാണ് ഇവിടെ വന്നാൽ കാണാനാവുക. ഒരു കല്ലിന് മുകളിലായി ഭീമാകാരനായ ഒരു വലിയ കല്ലിരിക്കുന്ന കാഴ്ച വളരെ അത്ഭുതമാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുക. ഐതിഹ്യപ്രകാരം കാട്ടിൽ വിറക് ശേഖരിക്കാൻ എത്തിയ ചില ആൾക്കാർ കാട്ടിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ കല്ലുകൾ കൊണ്ട് അമ്മാനമാടുന്ന കാഴ്ച കാണുകയുണ്ടായി. അവരുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും മുകളിലേക്ക് പോയ കല്ലുകൾ മേൽക്കൂരയായും താഴേക്ക് വീണ കല്ലുകൾ ഇരിപ്പിടമായും മാറി അതിൽ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. പിന്നീട് ഇവിടെ ക്ഷേത്ര ആരാധനകൾ ആരംഭിക്കുകയായിരുന്നത്രേ. ഏതായാലും ഇവിടെയെല്ലാം വലിയ പാറക്കൂട്ടങ്ങൾ തന്നെ ധാരാളമായിട്ട് കാണാം. ഈ പ്രദേശത്ത് മുഴുവൻ പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഉണ്ടക്കല്ലുകൾ നിറഞ്ഞിരിക്കുന്ന പാറക്കൂട്ടങ്ങൾ. അതിനിടയിലൂടെ നടന്നു പോകാൻ സാധിക്കുകയും ചെയ്യും. ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. കല്ലിൽ ക്ഷേത്രം ആര്യാധിപത്യ കാലത്തിനു മുമ്പ് പ്രസിദ്ധമായ ജൈന ഗുഹാക്ഷേത്രമായിരുന്നു. പിന്നീട് ബ്രാഹ്മണാധിപത്യ കാലത്തോടെ സങ്കല്പങ്ങളും പ്രതിഷ്ഠകളും ബ്രാഹ്മണീകരിക്കപ്പെട്ടു. ഗുഹാക്ഷേത്രങ്ങളുടെ ഉത്ഭവം ജൈനമതം നിലനിന്നിരുന്ന കാലത്താണ്. ദുർഗയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഒരു പാറ തുറന്നുണ്ടാക്കിയ ഗുഹയിലാണ് ഭഗവതി പ്രതിഷ്ഠ. പഞ്ചലോഹം കവചം കൊണ്ട് വിഗ്രഹം മൂടിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണ്. ബ്രഹ്മാവിന്റെ വിഗ്രഹം ഈ പാറയുടെ മുകളിൽ കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം ശിവനും വിഷ്ണുവും കൂടെയുണ്ടെന്നാണ് സങ്കല്പം. ഗണപതി ശാസ്താവ്, കരുനാഗയക്ഷി എന്നിവരുടെ സാന്നിധ്യമുണ്ട്. വലിയമ്പലത്തിന് വെളിയിലായി വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറേക്ക് ദർശനമായി 9 പ്രതിഷ്ഠകളും ഉണ്ട്. അടുത്ത കാലം വരെയും ഉച്ചപൂജയോടെ പൂജകൾ അവസാനിപ്പിച്ച് മധ്യാഹ്നത്തോടെ നട അടയ്ക്കുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഏതാനും വർഷങ്ങളായി ഉച്ചപൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന ക്ഷേത്രം സന്ധ്യയോടെ ദീപാരാധനയ്ക്കായി വീണ്ടും നട തുറക്കുന്നു. അത്താഴപൂജയ്ക്ക് ശേഷം 7:30ഓടെയാണ് പൂജകൾ അവസാനിപ്പിച്ച് നടയടയ്ക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ 2 പ്രധാന വഴിപാടാണ്. ഒന്ന് ചൂല് സമർപ്പണവും ഒന്ന് കല്ലുകൾ അടുക്കി വെക്കുന്നതും. ചൂല് സമർപ്പിക്കുന്നതിലൂടെ മുടികൾ ധാരാളം ഉണ്ടാവുകയും കല്ല് അടുക്കി വെക്കുന്നതിലൂടെ മുടങ്ങിക്കിടക്കുന്ന വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഉത്സവം വൃശ്ചികത്തിലെ കാർത്തികയിൽ അവസാനിക്കുന്ന
8 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഞങ്ങളെത്തിയത് നട അടച്ചിട്ടിരുന്ന സമയമായതിനാൽ ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനം സാധ്യമായിരുന്നില്ല. എന്നിരുന്നാലും ഞങ്ങൾക്ക് ക്ഷേത്ര പരിസരവും ചുറ്റുപാടുകളും കാണുവാൻ സാധിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.